ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഫുഡിനൊപ്പം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു വെരി ടേസ്റ്റി ആയിട്ടുള്ള എയർ ഫ്രയർ കബാബ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് കഴുകി വെള്ളം വാർത്ത് വെച്ചതാണിത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ക്ലിൻ ഫിലിം ഇട്ടിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം എടുത്തതാണിത്. ഇനി ഈ ചിക്കൻ ആവശ്യമുള്ള മസാലയുടെ കൂടെ പൊളിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ കബാബിൻ്റെ മസാലയുടെ കൂടെ കുറച്ച് സവോളയുടെ ആവശ്യമുണ്ട്. അതൊന്ന് വെള്ളമൊക്കെ വാറ്റിയെടുക്കാനായിക്കൊണ്ട് ഞാനൊരു 4 സവോള ഇതിലേക്ക് എയർ ഫ്രയറിലേക്ക് ഇങ്ങനെ നമ്മുടെ ബിസ്തയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് പല കറികൾ ആവശ്യത്തിന് എടുക്കാൻ പറ്റും. സാധാരണ ബിസ്ത ചെയ്യുന്നത് നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുകയാണ്. ഇത് ഓയിലൊന്നും ഇല്ലാതെ തന്നെ ഇതിലിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫ്രൈഡ് ഓണിയൻ റെഡി. ഞാൻ 1 ടീസ്പൂൺ ഓയിൽ അരിഞ്ഞ സവോളയിൽ പുരട്ടി കൊടുത്തതേ ഉള്ളൂ. തണുത്ത ശേഷം ഒരു ബോട്ടിൽ സൂക്ഷിക്കുക, ആവശ്യത്തിന് എടുക്കാം. ഇത് 4 സവോളയുടെ ബിസ്തയാണ്. 1 സവോളയുടേതേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി വേണ്ടത് 4 പച്ചമുളക്, 1 ഇഞ്ച് പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ഇത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 1.5 ടീസ്പൂൺ ആവശ്യമുണ്ട്. വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തെടുക്കാം. അടുത്തത് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് മിക്സി ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 1 പിടി മല്ലിയില, ഒരു സ്പൂണിൻ്റെ അടുത്ത് പുതിന. ഞാൻ ഇതിലോട്ട് ചേർത്തത് ഒന്നുകൂടി പറയാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-6 ഇല പുതിന, 1 പിടി മല്ലിയില, 4 പച്ചമുളക്, 6 വെളുത്തുള്ളി, 1 ഇഞ്ച് പീസ് ഇഞ്ചി. ഇത്രയാണ് ഇതിലുള്ളത്. ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കണം. ശേഷം ചിക്കൻ കൂടി പൾസ് ചെയ്തെടുക്കണം. ഈ കബാബിൻ്റെ മിക്സിൽ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ബിസ്ത ചെയ്യുന്നത് ആദ്യം കാണിച്ചല്ലോ, അതിൽ നിന്നും അധികം മൂത്ത് വരുന്നതിന് മുന്നേ ഒരു പിടി മാറ്റിയതാണിത്. 1 സവാളയുടെ ആവശ്യമേ നമുക്കുള്ളൂ. അടിച്ചെടുത്ത മസാലയിലോട്ട് ഒരു 50 ഗ്രാം ബട്ടർ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റിൽ പൾസ് ചെയ്ത് ചിക്കൻ്റെ കൂടെ ചേർത്താലും മതി. ഞാൻ ആദ്യം ചേർത്തു എന്നേ ഉള്ളൂ. ഇനി കുറച്ചായിട്ട് ചിക്കനും കൂടി ചേർത്തിട്ട് നമുക്ക് പൾപ്പായിട്ട് എടുക്കാം. എല്ലാം പൾപ്പായി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടാൻ വരും. വേണ്ടുന്നത്ര പച്ചമുളകായാലും ഇതായാലും കൂട്ടിയെടുക്കുന്നതിൽ കുഴപ്പമില്ല. നന്നായി മിക്സ് ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇത്രയും സാധനം നമ്മൾ ഓയിലായിട്ട് ചേർക്കുന്നുള്ളൂ. തീരെ ഇല്ലാതിരുന്നാൽ നമുക്ക് പറ്റില്ലല്ലോ. അത്രയും വല്ലാതെ ഉണങ്ങിയ മാതിരിയായി പോവല്ല. ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം എയർ ഫ്രയറിലേക്ക് മാറ്റി ചെയ്യാം. നമ്മുടെ കബാബിൻ്റെ മിക്സ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ചിലപ്പം ലൂസായെന്ന് വരാം, ചിക്കനിലൊക്കെ ഇത്തിരി വെള്ളം പെട്ടിട്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 സ്പൂൺ ബ്രെഡ് ക്രബ്സോ അല്ലെങ്കിൽ നമ്മുടെ ബേസൻ എന്ന് വെച്ചാൽ കടൽമാവിൻ്റെ പൊടിയോ അല്ലെങ്കിൽ മൈദയോ എന്തെങ്കിലും ചേർത്തിട്ട് ടൈറ്റാക്കി എടുക്കാം. അത് ആദ്യമൊക്കെ 1-2 പ്രാവശ്യം അങ്ങനെ വേണ്ടി വരുള്ളൂ. പിന്നീട് നമുക്കത് പ്രാക്ടീസായി വരും. ഏതായാലും നിങ്ങളങ്ങനെ ചെയ്ത് നോക്ക്. അങ്ങനെ ലൂസായിട്ടുണ്ടെങ്കിലാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. ഇതിൻ്റെ നീളം വേണ്ടുന്നത്ര കൂട്ടാൻ കുറക്കാം. ഞാൻ പിന്നെ നമ്മുടെ എയർ ഫ്രയറിൽ 2 എണ്ണം വീതം ഒരു സൈഡിൽ വെക്കേണ്ട വിധത്തിൽ ചെറുതാക്കിയിട്ടാണ് ചെയ്തത്. അതുപോലെ എല്ലാം റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് നമ്മുടെ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്ത ശേഷം അതിൽ നിരത്തി വെച്ചിട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കളയാം. 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കണം.
പിന്നെ നമ്മളത് കരിഞ്ഞു പോകുന്നുണ്ടെന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ എന്താണ് ഹോട്ട് ഡിഗ്രി കുറക്കണം. ഇപ്പോൾ 150-ലാക്കിയിട്ട് എത്രയാണ് വേണ്ടത് ചെയ്യാം. ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ കബാബ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി ആവണം തോന്നിയതുകൊണ്ട് 150-ൽ 3 മിനിറ്റ്സ് കൂടി വെച്ചു. എനിക്ക് ഈ കബാബ് റെഡിയാവാൻ വേണ്ടിയിട്ട് 18 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. ആദ്യം 180-ൽ വെച്ചു, പിന്നെ 150-ലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് വേണമല്ലോ. അതുകൊണ്ട് 2 പീസ് ബ്രെഡ്, ഓരോരുത്തർക്കും 2 പീസ് ബ്രെഡ്, ജാം വേണ്ടുന്നവർക്ക് ജാം, അല്ലെങ്കിൽ നമുക്ക് ചീസ് വെച്ചിട്ട് ചെയ്യാമല്ലോ, അങ്ങനെയും ചെയ്തെടുത്തു. പിന്നെ കുറച്ച് പൊട്ടറ്റോ വെഡ്ജസ് ചെയ്തെടുത്തു. ഓരോ എഗ്ഗ് കൂടി ആകുമ്പോൾ സമ്പൂർണ്ണ ആഹാരമായി. നിങ്ങൾക്ക് ഓയിൽ ഫ്രീ എയർ ഫ്രയർ ചിക്കൻ കബാബിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.